ഹലോ ഗായ്സ്, ഇന്നൊരു ബിസി ഡേ ആയിരുന്നു കേട്ടോ. എന്തൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം. ബുക്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സ്കൂൾക്കാട്ടെ ഞാൻ പോണത്. എൻ്റെ വന്നിട്ടില്ല, നീനുൻ്റെ മേടിക്കാനാട്ടോ പോണത്. സ്കൂൾ തുറക്കല്ലേ ആലോചിച്ചിട്ട് നല്ല എക്സൈറ്റഡ് ആട്ടോ ഞങ്ങള്. ഇതാണ് കേട്ടോ ഞങ്ങളെ സ്കൂളും പരിസരമൊക്കെ കാണുമ്പോൾ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ബുക്സ് മേടിക്കാൻ കയറി കേട്ടോ. ഇതാണ് കേട്ടോ നീനുൻ്റെ ബുക്സ്. ഞങ്ങൾ പിന്നെ പ്രോഗ്രസ് കാർഡ് വാങ്ങിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇതാട്ടോ ഞങ്ങളെ പ്രോഗ്രസ് കാർഡ്. ഇനി ഞങ്ങൾ പോണത് എൻ്റെ സെക്കൻഡ് സ്റ്റഡ് കുത്താനാട്ടോ. എൻ്റെ 1-2 വർഷത്തെ ആഗ്രഹമായിരുന്നു ഇത്. ഇമ്മച്ചി ഉപ്പച്ചി സമ്മതിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവർ 10th എത്തിയിട്ട് ചെയ്താൽ മതി എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ സെക്കൻഡ് സ്റ്റഡ് കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ചെയ്യണം തോന്നി. വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ സഹിച്ചു. എൻ്റെ ഒരു ആഗ്രഹമല്ലേ. ആരുടെ മുമ്പിലും കരയാൻ പാടില്ലല്ലോ. കുത്തിയപ്പോൾ അത്ര വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അൺസൈക്കബിലിറ്റി വേദന. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകാണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ടാണ്. കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പത്തിന് എനിക്ക് ബോറടിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കും നീനുക്കും യൂണിഫോം ചെരുപ്പ് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി. മുന്നത്തെ വീഡിയോയിൽ ഒരു ഫംഗ്ഷൻ വരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ഫാൻസി ഐറ്റംസ് വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ. അങ്ങനെ ചെരുപ്പ് സൈസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫംഗ്ഷന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. പിന്നെ വഴിയിൽ നിന്ന് ചെറിയൊരു അടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. കിങ്സ്ക്ക് പോകണോ അതോ ഹോട്ടലിലേക്ക് പോകണോ എന്ന് ഉമ്മച്ചി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഹോട്ടലിലേക്ക് പോകണമെന്ന്. നീനു പറഞ്ഞു ചിക്കിങ്സ് പോകണമെന്ന്. അങ്ങനെ അവിടെ കുറച്ചു നേരം അടിയായി. ലാസ്റ്റ് എല്ലാവർക്കും അറിയണം തന്നെ ചെറിയ കുട്ടികൾക്ക് തന്നെ പരിഗണന കൊടുത്തത്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ നേരെ ചിക്കിങ്സ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇതൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന പാടെ കുറച്ചു നേരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം കുറച്ച് ബീഫ് മന്തി ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയുള്ളൂ. ബൈ ബൈ.